Hi students, so welcome back to USS exam oriented question discussion. So ഇന്ന് നമ്മൾ ബേസിക് സയൻസിലെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും വേഗം തന്നെ ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുക. സോ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if October 10th is a full moon day, when will the next new moon day occur? ഇതുപോലൊരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഫുൾ മൂണും ന്യൂ മൂണും വെച്ചിട്ടുള്ള കളികൾ ഒരു ദിവസം തരും, എന്നിട്ട് അത് ഫുൾ മൂൺ ആണെന്നോ അല്ലെങ്കിൽ ന്യൂ മൂൺ ആണെന്ന് പറയും, എന്നിട്ട് അടുത്ത ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ എപ്പോഴായിരിക്കും ഒക്യൂർ ചെയ്യുന്നതോടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു ഫുൾ മൂൺ കഴിഞ്ഞ് അടുത്ത ന്യൂ മൂണിലേക്കുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 weeks അല്ലെങ്കിൽ 14 days ആണ്, 14 ദിവസമാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് 14 അല്ലെങ്കിൽ 15 വരെ ആവാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒക്ടോബർ 10 ഒരു ഫുൾ മൂൺ ഡേ ആണെങ്കിൽ അടുത്ത ന്യൂ മൂൺ ഡേ വരുന്നത് 10നോട് 14 അല്ലെങ്കിൽ 15 കൂട്ടുമ്പോഴാണ്. ഓക്കെ, 10നോട് 14 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒക്ടോബർ 24 ആയിരിക്കും. പക്ഷെ 10നോട് 15 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒക്ടോബർ 25 ആയിരിക്കും. സോ ഇതിൽ രണ്ടിലേതോ ഒരു ദിവസമായിരിക്കും നമുക്ക് അടുത്ത ന്യൂ മൂൺ വരുന്നത്. ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഒക്ടോബർ 24th, ഒക്ടോബർ 25th, നവംബർ 10th, എയ്തർ എ ഓർ ബി, എ അല്ലെങ്കിൽ ബി, എ അല്ലെങ്കിൽ ബി. ആ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ അടിച്ച് പ്രശ്നമായാനേ അല്ലേ. സോ ഒക്ടോബർ 24 അല്ലെങ്കിൽ 25 ആയിരിക്കുള്ളൂ നമുക്ക് അടുത്ത ന്യൂ മൂൺ ഉണ്ടാവുക. ഇനി അതേസമയം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഇപ്പോൾ ഒക്ടോബർ 10th ഒരു ഫുൾ മൂൺ ആണ്, അടുത്ത ഫുൾ മൂൺ വരുന്നത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. അടുത്ത ന്യൂ മൂൺ അല്ല, അടുത്ത ഫുൾ മൂൺ വരുന്നത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് 1 month ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഒക്ടോബർ 10th ആണെങ്കിൽ പിന്നെ അടുത്ത മാസം നവംബർ 10th ആയിരിക്കുള്ളൂ അടുത്ത ഫുൾ മൂൺ വരുന്നത് കേട്ടോ. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒരു മൈൻഡ് കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് എൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, രണ്ടും ശരിയാണോ അല്ലെങ്കിൽ രണ്ടും തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, all plants are autotrophs, are they prepare their own food? എല്ലാ സസ്യങ്ങളും സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവയെല്ലാം സ്വപോഷികളാണ്. എല്ലാവരും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുള്ള കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. എല്ലാവരും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കോ? ഇല്ല. നമ്മുടെ കെസ്ക്യൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ കുറേ പ്ലാന്റ്സ് ഉണ്ടല്ലോ നമ്മൾ പഠിച്ചതല്ലേ, വാൻഡ, ഇതെല്ലാം എന്താണ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. കെസ്ക്യൂട്ട ഈസ് എ ടോട്ടൽ പാരാസൈറ്റ് ദാറ്റ് അബ്സോർബ്സ് ഫുഡ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. മൂടില്ലാത്ത ആളി, നമ്മൾ കുറേ ഇങ്ങനെ ഇല പോലെ ഇങ്ങനെ അത് കുറേ നാര് പോലെ ഇരിക്കുന്ന സംഭവമില്ലേ, അതാണ് ഈ മൂടില്ലാത്ത ആളി എന്ന് പറയുന്നത്. മൂടില്ലാത്ത ആളി ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്ന ഒരു പൂർണ്ണ പരാതമാണ്. അതായത് നമ്മുടെ വാൻഡയൊക്കെ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും, പക്ഷേ നമ്മുടെ മൂടില്ലാത്ത ആളി എങ്ങനെയാണെന്ന് അറിയോ, അവർ ഫുഡ് പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആരെയാണോ അവർ ആശ്രയിക്കുന്നത്, ഹോസ്റ്റ് പ്ലാന്റ് ആരാണോ അവരിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കെസ്ക്യൂട്ടെ പോലുള്ള ആൾക്കാർ. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി, only 2 ഈസ് കറക്റ്റ്. യെസ്, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ശരിയാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ലൈറ്റ് സ്ട്രേറ്റ് ലൈൻ ആണ് സഞ്ചരിക്കുന്നത്. ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റുവന്റ് കളേഴ്സ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രതിപതനം. അത് ശരിയാണോ? അത് റിഫ്ലക്ഷൻ ആണോ? ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേര് അല്ല, അത് ഡിസ്പേർഷൻ ആണല്ലേ, അത് വിസരണമാണ്. സോ നമുക്കത് തെറ്റാണല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻസിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം കറക്റ്റ് വരുന്ന ഓപ്ഷൻ ഏതാണ്? only 1 ഈസ് കറക്റ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, സോ ഇതുപോലെ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റും പ്രോപ്പറായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ കൊടുക്കാനായിട്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. സാൻഡി സോയിൽ ഹാസ് ദ ഹയസ്റ്റ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. മണൽ വെള്ളത്തിന് ജലം സംഭരിച്ച് വെക്കാനുള്ള കഴിവ് കൂടുതലാണ്. അത് തെറ്റാണ് കേട്ടോ. സാൻഡി ഓയിലിനല്ല, ക്ലേ സോയിലിനാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത്. സോ അത് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത നോക്കാം. ഹ്യൂമസ് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഹ്യൂമസ് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നത് കറക്റ്റാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ഹ്യൂമസ് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി, ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് കറക്റ്റ്. 2 ശരി, 1 തെറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ആസിഡ്സ് ടേൺ റെഡ് ലിറ്റ്മസ് പേപ്പർ ടു ബ്ലൂ. ഇത് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ആസിഡ്സ് എന്താ ചെയ്യുന്നത്? റെഡ് ആക്കുന്നു. ബേസ് ആണ് ബ്ലൂ ആക്കുന്നത്. ഓക്കെ, സോ ആസിഡ് ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ആസിഡ്സ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു എന്നാണ് പറയുന്നത്. ആസിഡ് ശരിക്കും ബ്ലൂ ആക്കുമോ? ഇല്ല, ആസിഡ് റെഡ് ആണ് ആക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. സെക്കൻഡ് നോക്കാം. ആസിഡ്സ് ആർ യൂസ്ഡ് ടു ന്യൂട്രലൈസ് ആസിഡിറ്റി ഇൻ ദ സ്റ്റൊമക്ക്. നമ്മുടെ ആമാശയത്തിനകത്ത് ആസിഡിറ്റി കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ആസിഡുകൾ ഉപയോഗിക്കുന്നത്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സോ only സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത്. ഇൻ പ്ലാന്റ്സ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്സ് പ്ലേസ് ത്രൂ സ്റ്റൊമാറ്റ.
സസ്യങ്ങളിൽ നമുക്ക് സ്റ്റൊമാറ്റ വഴിയാണ് നമുക്ക് ആസ്യരന്ധ്രം എന്ന് പറയും. സ്റ്റൊമാറ്റ വഴിയാണ് നമുക്ക് വാതക വിനിമയം അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലേ. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പോൾസ് ആണ്, ചെറിയ ചെറിയ തുളകളാണ്. നമുക്ക് കാണാൻ പോലും പറ്റാത്ത മൈക്രോസ്കോപ്പിക് പോൾസിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കുള്ളൂ നമുക്ക് പ്ലാന്റ്സിന് വേണ്ട ഓക്സിജൻ ആയിക്കോട്ടെ, ഓക്സിജൻ പുറത്തു വിടാനാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കാനാണെങ്കിലും എല്ലാത്തിനും വാതക വിനിമയം ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ പറയുന്ന ചെറിയ പോൾസിലൂടെയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ നോക്കാം. എർത്ത് വാംസ് ബ്രീത്ത് ത്രൂ ദർ സ്കിൻ. മണ്ണിരകൾ അവരുടെ ചർമ്മത്തിലൂടെയാണ് ശ്വസിക്കുന്നത്, അതും കറക്റ്റ് ആണ്. സോ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, ഒന്നും രണ്ടും ശരിയാണെന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഇതിന് അടുത്തത് ഹീറ്റ് ട്രാവൽസ് ഫ്രം എ ബോഡി ഓഫ് ലോവർ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചർ. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. താപം കുറഞ്ഞ താപനിലയിലുള്ള വസ്തുവിൽ നിന്ന് കൂടിയ താപനിലയിലുള്ള വസ്തുവിലേക്കാണ് ഒഴുകുന്നതെന്ന്. അത് ശരിയാണോ? അത് തെറ്റാണല്ലേ. ഹീറ്റ് എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ട്രാവൽ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ അല്ലെ, പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ചൂടാവുന്നത് താഴെയായിരിക്കും ഏറ്റവും ആദ്യം ചൂടാവുന്നത്, ആ പാത്രം ചൂടാവുന്നത്. ആ താഴെ ഏറ്റവും ചൂടിൽ നിന്ന് ചൂടില്ലാത്ത ഭാഗത്തേക്ക് ആ ഹീറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഇത് എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉയരത്തിൽ നിന്ന് താഴേക്കാണ് വെള്ളം ഒഴുകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കായിരിക്കുള്ളൂ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നേരെ തിരിച്ച് ലോവറിൽ നിന്ന് ഹയറിലേക്ക് ആയിരിക്കില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഓക്കെ, സെക്കൻഡ് നോക്കാം. മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റേഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. താപം നന്നായി കടത്തിവിടുന്നതിനാലാണ് നമ്മൾ മെർക്കുറി തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് അല്ലേ. തെർമോമീറ്റർ കണ്ടിട്ടുണ്ടല്ലോ. ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിനകത്ത് നമ്മൾ ആ മെർക്കുറി ഉയരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എത്ര ടെമ്പറേച്ചർ പനിയാണെന്നൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ മെർക്കുറി എങ്ങനെയാണ് ഉയരുന്നത്? അത് ഉയരുന്നത് മെർക്കുറിക്ക് ഹീറ്റിന് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ചൂട് കിട്ടിക്കഴിയുമ്പോൾ പുള്ളി വികസിക്കും, പുള്ളി എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഷൻ കാരണമാണ് പുള്ളി മുകളിലേക്ക് ഇങ്ങനെ ഉയരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ആളുടെ കള്ളപ്പനി അല്ല ഒറിജിനൽ പനിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷേ ഫസ്റ്റത്തെ തെറ്റാണല്ലേ. അപ്പോൾ ഒൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. ദെൻ അടുത്തത് ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ല 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. കുറച്ചധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട്. സ്റ്റേറ്റ്മെന്റ് 1 പ്രസ്താവന ഒന്ന് നോക്കാം. ദ പിച്ചർ പ്ലാന്റ് ഈസ് ആൻ ഓട്ടോട്രോപ്പ് ദാറ്റ് ക്യാപ്ചേഴ്സ് ഇൻസെക്ട്സ് ഫോർ നൈട്രജൻ. നൈട്രജന് വേണ്ടി ഷഡ്പദങ്ങളെ പിടികൂടുന്ന ഒരു കോശിയാണ് ഘടസസ്യം എന്ന് പറയും. ഘടസസ്യം എന്ന് പറഞ്ഞാൽ പിച്ചർ പ്ലാന്റ് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഇൻസെക്ട്സിനൊക്കെ ഇങ്ങനെ ചാടി പിടിക്കുന്ന പ്ലാന്റ്സിനെ കണ്ടിട്ടില്ലേ, അവരാണ് ഈ പറയുന്ന പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത്. സോ പിച്ചർ പ്ലാന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ചാടി പിടിക്കുന്നതെന്ന് പറയുന്നു. അത് കറക്റ്റാണ്. യെസ്, അവർ സ്വന്തമായിട്ട് ഫുഡ് തേടി പിടിച്ച് തിന്നുന്ന ആൾക്കാരാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ബെന്യൻ ട്രീ ഹാസ് എ പ്രോപ്പ് റൂട്ട് ദാറ്റ് പ്രൊവൈഡ് എക്സ്ട്രാ സപ്പോർട്ട്. പേരാലിന് അധിക താങ്ങ് നൽകുന്നത് താങ്ങ് വേരുകളാണ്. യെസ്, പേരാൽ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു മരമാണല്ലേ, അത് അത്രയും സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും? അവർക്ക് പ്രോപ്പ് റൂട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ താങ്ങ് വേരുകൾ ഉള്ളതുകൊണ്ടാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3ലേക്ക് പോയാൽ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഓൺലി ഡ്യൂറിങ് ദ നൈറ്റ്. പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ മാത്രമാണ് നടക്കുന്നത്. രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കുമോ? രാത്രി സണ്ണുണ്ടോ? സണ്ണിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. സോ നൈറ്റിൽ നമുക്ക് സൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് മോസ്റ്റ് പ്രോബബ്ലി നടക്കാൻ സാധ്യതയില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 3 എന്താണ്? തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ സ്റ്റൊമാറ്റ ആർ സ്മോൾ പോസ് ഓൺ ലീവ്സ് യൂസ്ഡ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇലകളിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളാണ്, വാതക വിനിമയത്തിനാണ് അവയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ശരിയാണല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്, പക്ഷേ 3 മാത്രം തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഇതിൽ ഏതാണ്? 1, 2, 3 ആണ്. 1, 2, 4. യെസ്, ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. സോ ഓരോ സ്റ്റേറ്റ്മെന്റും ഇരുത്തി വായിച്ചു നോക്കാം. വെറുതെയോ എന്താ പറയുക സ്കിപ്പ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് വായിച്ച് തീർക്കാനോ നിൽക്കരുത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് നോക്കാം. ചിലപ്പോൾ നമുക്ക് കണ്ണിൽ പിടിക്കില്ല, ഒറ്റ തവണ വായിക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ശരിയാണെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കി ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ പോൾ ചെയ്യാൻ കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ഇവിടെയും നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് നോക്കാം. ഇൻ എ ഫിസിക്കൽ ചേഞ്ച് എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് ഫോംഡ്. ഭൗതിക മാറ്റത്തിൽ എപ്പോഴും ഒരു പുതിയ പദാർത്ഥം നിർമ്മിക്കപ്പെടുന്നു. ഫിസിക്കൽ ചേഞ്ച് എന്താണ് മക്കളെ? ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഫോർ എക്സാമ്പിൾ സൈസ്, ഷേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതൊരു ടെമ്പററി ചേഞ്ച് ആണല്ലേ, താൽക്കാലിക മാറ്റമാണ്. അത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ തിരിച്ച് അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും.
പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സോ ഫിസിക്കൽ ചേഞ്ചിനകത്ത് ഒരിക്കലും പുതിയ സബ്സ്റ്റൻസ്, പുതിയ പദാർത്ഥങ്ങൾ ഫോം ചെയ്യുന്നില്ല. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അല്ലേ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. രണ്ടാമത്തെ നോക്കാം. റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് എ കെമിക്കൽ ചേഞ്ച് ദാറ്റ് റിക്വയർസ് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ. ഓക്കെ, ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഓക്സിജന്റെയും ഈർപ്പത്തിന്റെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു രാസമാറ്റമാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ട്രൂ അല്ലേ? ഇരുമ്പ് തുരുമ്പിക്കുന്നു, റസ്റ്റിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇരുമ്പ് ഇങ്ങനെ വെറുതെ തുറന്നു വെച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? ഇരുമ്പിന് ചുറ്റും എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്, നമ്മുടെ എയർ ഉണ്ടല്ലേ. എയറിൽ ആരൊക്കെ ഉണ്ട്? ഓക്സിജൻ ഉണ്ട്, ഈർപ്പമുണ്ട്, മോയ്സ്ചർ ഉണ്ട്. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇരുമ്പുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ആ റിയാക്ഷൻസിന്റെ ഫലമായിട്ടാണ് റസ്റ്റിംഗ് അല്ലെങ്കിൽ തുരുമ്പിക്കൽ ഉണ്ടാവുന്നത്. അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ? അതിലൊരു സംശയമില്ല, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. ഓഫ് കോഴ്സ് മെഴുകുരുകുന്നത് ഒരു ഭൗതിക മാറ്റമാണല്ലേ. മെഴുക് ഉരുകി അത് ലിക്വിഡായിട്ട് മാറി കുറച്ച് കഴിയുമ്പോൾ അതിനെ കണ്ടൻസ് ചെയ്തു തണുപ്പിച്ചു നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? നേരെ തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതെന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്, ഒരു ഭൗതിക മാറ്റമാണ്, അത് ശരിയാണ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്. ബേണിംഗ് ഓഫ് കാൻഡിൽ ഇൻവോൾവ്സ് ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. യെസ്, മെഴുകുതിരി കത്തുമ്പോൾ ഭൗതിക മാറ്റവും രാസമാറ്റവും ഒരുപോലെ നടക്കുന്നു. കത്തുക, ഫയർ ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താണ്? ശരിക്കും അവിടെ കെമിക്കൽ ചേഞ്ച് ആണ്. ഫയർ ആയി കഴിയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എന്തായി മാറുന്നുണ്ട്? അത് കോളായിട്ട് മാറുന്നുണ്ട്. ബട്ട് നമ്മുടെ മെഴുകുരുക്കുന്നത് എന്തായിരിക്കും? അതേസമയം ഫിസിക്കൽ ചേഞ്ചുമാണ്. സോ അവിടെ ബോത്ത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെയോ അല്ലേ? രണ്ടും നടക്കുന്നുണ്ട്. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 4ഉം കറക്റ്റ് ആണ്. സോ 2ഉം 3ഉം 4ഉം ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. 2ഉം 3ഉം 4 ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഈ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ, വിറ്റമിൻ എ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നസ്. യെസ്, വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നിശാന്തത അല്ലെ? രാത്രി സമയത്ത് അല്ലെങ്കിൽ കുറഞ്ഞ വെളിച്ചത്തിൽ മാത്രം കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. അതൊക്കെ പറയുന്നത് എപ്പോഴാണ്? വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ്. അത് ശരിയാണ്. ദെൻ സെക്കൻഡ് വൺ, അയൺ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് അല്ലേ? രക്തത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ഇരുമ്പ്, അയൺ അത്യാവശ്യമാണ്. അയണിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ആ ഒരു റെഡ് കളറിന്റെ സാന്നിധ്യം കുറവായിരിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക, രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ സാന്നിധ്യം കുറവായിരിക്കുള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ തേർഡ് വൺ, കാർബോഹൈഡ്രേറ്റ്സ് ആർ ദ പ്രൈമറി എനർജി സോഴ്സ് ഫോർ അവർ ബോഡി. കാർബോഹൈഡ്രേറ്റുകളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രധാന ഊർജ്ജ സ്രോതസ്. അത് ശരിയാണ്. കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലുള്ളത് ചോറ് അല്ലേ? നമ്മുടെ ധാന്യങ്ങളിലൊക്കെയാണ്. അത് കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം കിട്ടുന്നത്. സോ നമുക്ക് എനർജി നന്നായിട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്ത് വേണം? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് 3ഉം കറക്റ്റ് ആണ്. ഫോർത്ത് വൺ നോക്കാം. ഫാറ്റ്സ് ആർ നീഡഡ് ഇൻ വെരി ലാർജ് ക്വാണ്ടിറ്റീസ് കമ്പയർഡ് ടു വിറ്റാമിൻസ്. വിറ്റാമിനുകളെ അപേക്ഷിച്ച് കൊഴുപ്പ് വളരെ വലിയ അളവിൽ ശരീരത്തിന് ആവശ്യമാണ്. അത് വേണോടാ? കൊഴുപ്പ് ഏറ്റവും കൂടുതൽ വേണോ? വേണ്ട. കൊഴുപ്പ് അധികമായാൽ പ്രശ്നമാണ്. കൊളസ്ട്രോൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരും. സോ കൊഴുപ്പ് നമുക്കൊരു പരിധി വരെ മതിയാവും. വിറ്റമിൻസ് ഒക്കെ നന്നായിട്ട് വേണം കേട്ടോ. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലേ? ഫോർത്ത് വൺ തെറ്റാണ്. സോ 1, 2 and 3 ആണ് കറക്റ്റ് വരുന്നത്. ഏതൊക്കെയാണ്? 1, 2 and 3 വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. യെസ്. സോ ഇപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് മോഡലുള്ള, സ്റ്റേറ്റ്മെൻറ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് തരും, എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ശരിയെന്നുള്ളത് ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇരുത്തി വായിച്ച് നോക്കുക, എന്നിട്ട് നമ്മൾ കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? അസേർഷൻ, റീസൺ. ചിലപ്പോൾ അസേർഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും കേട്ടോ. സെയിം മോഡൽ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ അസേർഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അസേർഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കൊരു സാധാരണ ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരിക്കും. റീസൺ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന അസേഷനുള്ള എക്സ്പ്ലനേഷൻ ആണോ എന്ന് വേണം നമ്മൾ നോക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അസേഷനും റീസൺ ഒക്കെ ട്രൂ ആണോ എന്ന് നോക്കണം. ഓക്കെ, സോ അസേഷൻ വായിച്ചു നോക്കാം. ലീവ്സ് ആർ നോൺ ആസ് ദ ഫുഡ് ഫാക്ടറി ഓഫ് ദ പ്ലാന്റ്സ്. ഇലകളെ സസ്യത്തിന്റെ ആഹാരശാല എന്ന് വിളിക്കുന്നു അല്ലെ? ഇലകളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മളല്ല, പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് എ കിച്ചൺ ഓഫ് ദ പ്ലാന്റ്സ്. സോ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു അസേഷൻ ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റീസൺ എന്താണ് പറയുന്നത്? ലീവ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ വിച്ച് ഹെൽപ്സ് ഇൻ ട്രാപ്പിംഗ് സോളാർ എനർജി ടു പ്രൊഡ്യൂസ് ഫുഡ് അല്ലെ? ഫുഡ് ഉണ്ടാക്കാനായിട്ട്, ആഹാരം പാകം ചെയ്യാനായിട്ട് ഇലകളിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു ഹരിതകം അല്ലെ, ഒരു ഹരിതകം എന്ന് പറയുന്ന ഒരു വസ്തു ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സൗരോർജ്ജം ആഗിരണം ചെയ്ത് ആഹാരം നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് റീസൺ പറയുന്നത്. അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. രണ്ടും ട്രൂവാണ്. റീസൺ ഇവിടുത്തെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും ആറും ശരിയാണ്. ആർ എന്ന് പറയുന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Assertion: when an ant bites, we rub soap or lime on the area. ഉറുമ്പ് കടിച്ച ഭാഗത്ത് നമ്മൾ സോപ്പോ ചുണ്ണാമ്പോ പെരട്ടാറുണ്ട്. അത് എന്തിനാണെന്ന് അറിയോ? ആൻഡ് ബൈറ്റ്, ഉറുമ്പ് കടിക്കുമ്പോൾ അവിടെ ശരിക്കും ഫോമിക് ആസിഡ് ആണ് അല്ലേ? ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ആണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് ആ പെയിൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആസിഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ന്യൂട്രലൈസ് ചെയ്യണം. എപ്പോഴും നമ്മുടെ ബോഡി ന്യൂട്രലൈസ് ആയിട്ട് ഇരിക്കണമല്ലോ. ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബേസ് വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്യണം അല്ലേ? ആസിഡ് വന്ന ഭാഗത്ത് ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മളൊരു ബേസ് വെച്ച് റബ്ബ് ചെയ്യണം. സോപ്പ് അല്ലെങ്കിൽ ലൈം എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ക്യാരക്ടറുള്ള ആൾക്കാരാണ് അല്ലെ? ക്ഷാര സ്വഭാവമുള്ള ആൾക്കാരാണ്. സോ സോപ്പ് വെച്ച് നമ്മൾ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് അസേഷൻ തന്നത് എന്താണ്? ഉറുമ്പ് കടിച്ച ഭാഗത്ത് നമ്മൾ സോപ്പോ ചുണ്ണാമ്പോ പുരട്ടുന്നു. റീസൺ നോക്കാം. ആൻഡ് സ്റ്റിങ് കണ്ടെയ്ൻസ് ഫോമിക് ആസിഡ് ആൻഡ് സോപ്പ് ഈസ് ആൽക്കലൈൻ ഇൻ നേച്ചർ അല്ലേ? ഉറുമ്പിന്റെ വിഷത്തിൽ ഫോമിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, സോപ്പ് ഒരു ക്ഷാരവുമാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ എ ആണ് ഓപ്ഷൻ, എ ആണ് ആൻസർ വരുന്നത്. രണ്ടും ശരിയാണ്. 6 എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, യെസ്, അതും സെറ്റായി. അടുത്ത സെഷൻ നോക്കാം. വി ഫീൽ മസിൽ ക്രാംസ് ആഫ്റ്റർ ഹെവി എക്സസൈസ്. കഠിനമായ വ്യായാമത്തിന് ശേഷം നമ്മുടെ പേശികളിൽ വേദനയോ തരിപ്പോ ഒക്കെ അനുഭവപ്പെടും അല്ല? വേറെ ഒന്നുമല്ല, അവിടെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴാണ്. അത് കുറേ നേരം എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസിൽസിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ആ ഒരു ക്രാംസ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ റീസൺ എന്താ കൊടുത്തിരിക്കുന്നത്? ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ അനേറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ മസിൽസ് പ്രൊഡ്യൂസിങ് ലാക്റ്റിക് ആസിഡ് അല്ലേ? ഓക്സിജന്റെ കുറവ് മൂലം പേശികളിൽ അവായു ശ്വസനം നടക്കുകയും ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ദെൻ അടുത്ത സെഷൻ, ഐസ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. മഞ്ഞുകട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു അല്ലേ? മഞ്ഞുകട്ട പൊങ്ങിക്കിടക്കുന്ന അന്റാർട്ടിക്കയിലും ആർട്ടിക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് മഞ്ഞുകട്ടകൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? ദ ഡെൻസിറ്റി ഓഫ് ഐസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഐസിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിൻ്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ഗൈസ്? അങ്ങനെയല്ല അല്ലേ? പൊങ്ങിക്കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറവാണ്. കാരണം ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ എപ്പോഴും എങ്ങനെയായിരിക്കും? താഴെ വന്ന് കിടക്കുള്ളൂ അല്ലെ? ഡെൻസിറ്റി ഭയങ്കര കൂടുതലുണ്ട് അവർക്ക്, പക്ഷേ അവർക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. എവിടെയായിരിക്കും? താഴെ വന്ന് കിടക്കത്തേ ഉള്ളൂ കേട്ടോ. അവർ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഓക്കെ, സോ താഴെ കിടക്കുന്ന നമ്മുടെ വാട്ടറിനായിരിക്കുള്ളൂ ഡെൻസിറ്റി കൂടുതൽ, നമ്മുടെ ഐസിന് ഡെൻസിറ്റി കുറവുമാണല്ലേ? സോ നമുക്ക് റീസൺ തെറ്റാണ്, അസേഷൻ ശരിയാണ്. തിരിച്ചാണ് റീസൺ പറഞ്ഞിട്ടുള്ളത്. സോ അത് തെറ്റാണ്. സോ നമുക്ക് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. സോ ഇത് രണ്ടും ട്രൂ ആണോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ എക്സ്പ്ലനേഷൻ ആണോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇതൊരു കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2026 കുറച്ച് നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നടന്ന കാര്യങ്ങളെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് anthropomorphic robot is scheduled to be launched by ISRO in early 2026 as part of the unmanned Gaganyaan G1 mission. ഗഗൻയാൻ മിഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളുടെ സ്പേസിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോയ മിഷനായിരുന്നു ഗഗൻയാൻ. അതിൻ്റെ ഭാഗമായിട്ട്, ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് 2026 തുടക്കത്തിൽ ISRO വിക്ഷേപിക്കാൻ പോകുന്ന റോബോട്ടിൻ്റെ പേരെന്താണ്? അതായത് നമ്മൾ സ്പേസിൽ പോയിട്ട് അവിടെ ചെന്ന് പഠിക്കാൻ, മനുഷ്യരെ പോലെ ചെന്ന് കണ്ട് പഠിക്കാനായിട്ട് നമ്മളൊരു റോബോട്ടിനെ റെഡിയാക്കുന്നുണ്ട്. അതാരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതാരുമല്ല, നമ്മുടെ വ്യോമമിത്ര. യെസ്, വ്യോമമിത്ര എന്ന് പറയുന്ന റോബോട്ടിനെയാണ് നമ്മൾ വിക്ഷേപിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ അത് ഒരു പുതിയ ഇൻഫോർമേഷൻ ആണ്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ USS എക്സാമിന് ഇപ്പോൾ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് മിസ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ അടുത്തത്, which prestigious award was announced by the Kerala government in early 2026 to honor excellence in the field of science? ശാസ്ത്ര രംഗത്തെ മികവിന് നൽകുന്നതിനായി 2026 തുടക്കത്തിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഉന്നത പുരസ്കാരം ഏതാണ്? ശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഉന്നത പുരസ്കാരം 2026 അത് അനൗൺസ് ചെയ്തത്. സോ നമുക്ക് ഏതാണെന്ന് നോക്കാം. അതേതാണ്? കേരള ശാസ്ത്ര പുരസ്കാരമാണ് കേട്ടോ. അത് മാറിപ്പോരുത് കേട്ടോ. CV രാമൻ അവാർഡ് എന്നൊന്നും എഴുതരുത്, അത് കേരള ശാസ്ത്ര പുരസ്കാരം അവാർഡാണ്. അടുത്തത്, വിച്ച് കൺട്രി ലോഞ്ച്ഡ് ലിഗ്നോസാറ്റ്? അതൊരു സാറ്റലൈറ്റ് ആണ്. ലിഗ്നോസാറ്റ്, ദ വേൾഡ്സ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ്, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. വുഡൻ സാറ്റലൈറ്റ് വിച്ച് വാസ് സീൻ ഇൻ ന്യൂസ് ഇൻ 2025-2026. 2025-26 ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ട കാര്യമായിരുന്നു. ലിഗ്നോസാറ്റ് എന്ന് പറയുന്ന മരത്തിൻ്റെ തടി വെച്ചുണ്ടാക്കിയ ഉപഗ്രഹം ലോഞ്ച് ചെയ്തു എന്നുള്ള കാര്യം. അത് ഏത് രാജ്യമാണത് ലോഞ്ച് ചെയ്തെന്നുള്ള ക്വസ്റ്റ്യൻ. ഇന്ത്യ അല്ല, USA അല്ല, റഷ്യ അല്ല, അത് ജപ്പാനാണ് ലോഞ്ച് ചെയ്തത് കേട്ടോ. ഓക്കെ, യെസ്. വിച്ച് കേരള ബേസ്ഡ് യൂണിവേഴ്സിറ്റി റീസെൻ്റ്ലി റിസീവ് ദ ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഇറ്റ്സ് ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ്? സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ പ്രവർത്തനങ്ങൾക്ക് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ്? ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ്? അതായത് കംപ്ലീറ്റ്ലി അവർ എക്കോ ഫ്രണ്ട്ലി പരിസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് കിട്ടിയ ഒരു അവാർഡാണ്. അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്കാണ് കേട്ടോ കിട്ടിയത്. ഓക്കെ, സോ
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 2025-26 which infection caused by a multi-drug resistant fungus become a global health concern leading to research by Indian institute like the Vallabhbhai Patel Chest Institute? മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു തരം ഫംഗസ് ബാധ, വൈറസ് അല്ല ഫംഗസ് ബാധ 2025-26 കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ ചർച്ചയായിരുന്നു. ഇതിൻ്റെ പേരെന്താണ്? ഓക്കെ, അതായത് നമുക്ക് എത്ര മരുന്നുകൾ ഉണ്ടെങ്കിലും അതിനെ ഒക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന അത്രത്തോളം കൊടൂരമായിട്ടുള്ള ഒരു ഫംഗസ് ബാധ 2025-26 കാലഘട്ടത്തിൽ നമ്മൾ വേൾഡ് വൈഡ് ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരാണ് കാൻഡിഡ ഓറിസ്. കാൻഡിഡ ഓറിസ് എന്ന് പറയുന്നതാണ് ആ പറയുന്ന കേട്ടോ. ഇപ്പോൾ ഒന്നും എഴുതി വെക്കരുത്, അതല്ല. ഓക്കെ, സോ ഇത്രയുമാണ് കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസ് യു ഗൈസ് നോ, നമുക്ക് February 14 നമ്മുടെ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക. നമുക്ക് February 26 മെയിൻ എക്സാം വരുന്നത് USSൻ്റെ. അപ്പോഴേക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് ഒരു കംപ്ലീറ്റ് നമ്മുടെ കംപ്ലീറ്റ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വേണം നമ്മൾ എക്സാം ഫേസ് ചെയ്യേണ്ടത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് എക്സാം അടിച്ചു പൊളിക്കാം.